ക്ലീൻ ചെയ്തെടുക്കണം. പല്ല് കൈ പൊളിഞ്ഞിട്ടപ്പോ കൈ വൃത്തിയാക്കി എടുക്കണമല്ല. എൻ്റെ കപ്പൽ കിടക്കുമ്പോൾ എല്ലാം കിടക്കും. ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതൊക്കൊന്നുമില്ല, ഫ്രഷ് മീനാണ്. ഇവിടെ നമുക്ക് ഇതിനൊക്കെ നടത്തക്കാം. ഓക്കെ നമ്മൾ അടുത്ത് വിട്ടിട്ട് പോകണം തൊലികളൊക്കെ. പതുക്കെ തൊലി ഒന്ന് എടുക്കണം, അതാണ് ടാസ്ക്. പക്ഷെ വരും, പതുക്കെ നമ്മുടെ എടുത്താൽ വരും. ഇറച്ചിയിൽ നിന്ന് വിട്ട് വരണം. വലയാണ് വല വല നിസ്സാരം വലിയുണ്ട്, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ നിൽക്കണം, ഒരു മിനിറ്റ് മതി. വരികേ. അടിപൊളി, ഇത്രയേ ഉള്ളൂ. ഇത്തിരി പണിയുണ്ട് മാത്രം. വലിച്ച വന്ന് 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 ഇത്രയേ ഉള്ളൂ, നിസ്സാരം. അടിപൊളിയല്ലേ? തലയാണ് അടുത്ത ടാസ്ക്. തൊലിയൊക്കെ അങ്ങനെയൊക്കെ ഉരിച്ചു. നമുക്ക് ഇറച്ചി ഇതിൻ്റെ വേർപെടുത്തിയെടുക്കാം. എന്നിട്ട് വേണം കട്ട് ചെയ്യാം. നമ്മൾ കുട്ടി സ്രാവിലെ നേരെയൊക്കെയുള്ളൂ ഇതുവരെ, വലുത് ആദ്യമായിട്ടാണ്. അത്ര മൂപ്പില്ല എല്ലിന്, പക്ഷെ മൂപ്പുണ്ട്. അങ്ങനത്തെ തിന്നാൻ പറ്റുന്നത്. നമ്മൾ 2-3 തവണ അതുപോലെ കഴുകിയിട്ടുണ്ട് സംഭവം. നന്നായി വെള്ളം കളഞ്ഞിട്ടുണ്ട്. എന്താ ഭംഗിയില്ലേ എൻ്റെ മീനാണ് പറയപ്പെടുന്നത്. നല്ല അസൽ ഇറച്ചി പോലെ ഇരിക്കും. കർപ്പൂരമാണ് സാധനം, അറിയാത്തവർക്ക് വേണ്ടി പറയാൻ കേട്ടോ. പിടിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരല്പം ഉലുവ, ഒരല്പം കടുക്,
ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. കറിവേപ്പില ഉള്ളി നല്ലപോലെ ഒന്ന് വാടി തരും. ചെറിയുള്ളിയാണ് മീൻ കറിക്ക് ടേസ്റ്റ് കേട്ടോ. നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അധികം മുളക് മല്ലിപ്പൊടി അധികമാണ്. കുറച്ച് ജീരകപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടി മുളക് കൊടുക്കുന്നു ശരിക്കും മൂത്ത് വന്നാൽ സംഗതി ടേസ്റ്റ് ഉണ്ടാകും. കുടംപുളിയിട്ട വെള്ളമാണ്. കുടംപുളിയിട്ട് കുതിർത്തി വെച്ചാണ്. വെള്ളം പോവാ. ഒരല്പം ഉപ്പ് പോകാം. കല്ലുപ്പാണ്. അടച്ചു വെക്കാം. തിളക്കട്ടെ. നീരിട്ടൂടാ. പതുക്കെ നളി കൊടുക്കാം. സംഗതി ഉടഞ്ഞ സാധ്യതയുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. പതുക്കെ തിളക്കട്ടെ. പെട്ടെന്ന് വേഗം അല്പം വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില കണ്ടോടങ്ങ, അല്പം മല്ലിയിലങ്ങ്, അല്പം ഉലുവ പൊടിച്ചതാണ്. കറക്കി വയ്ക്കാം. നമ്മുടെ കറിയൊക്കെ അടിപൊളിയാണ്. ശരിക്കും ഇത് പറഞ്ഞാലോ, ഇത് ശരിക്കും ഒരു ദിവസം വെച്ചിട്ട് കഴിക്കണം. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ഓർഫനയിൽ കൊടുക്കാം. ഇച്ചിരി അല്പം തിക്കാണ്, പക്ഷെ തിക്ക് കൂട്ടിയാൽ നമ്മൾ അവിടെ തികയില്ല. അതാണ് പ്രശ്നം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലേശം തിക്കോടുകൂടി വീട്ടിലുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണം. ഒഴുക്കി നമ്മൾ ഉണ്ടാക്കി നമ്മൾ എന്താ സ്ഥിതി എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് വേണം. അങ്ങനെ ഇങ്ങനെ ഒഴുക്കി നിൽക്കണം. കറണ്ട് വേണ്ട കേട്ടോ. ആ നല്ല മണമുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നേ. കറിയൊക്കെ നല്ല മണമുണ്ട്, നല്ല സൂപ്പർ മണമാണ്. മീൻ വെച്ച് നോക്ക്. സൂപ്പർ സംഭവം എന്തായാലും. പക്ഷെ ഒരുപാട് പണിയെടുത്ത് ഞങ്ങൾ ഇവരൊക്കെ ആദ്യമായിട്ട് വന്നാണോ? സ്രാവ് ആദ്യമായിട്ട് കഴിക്കണം. നീയാ? അതെ അതെ, സൂപ്പറൊക്കെ ഉണ്ട്. നല്ല സ്രാവ് പെട്ടെന്ന് വേവും. ഒരു 10 മിനിറ്റ് തിളച്ചാൽ മതി. ശരിക്കും നല്ല സ്മൂത്തായി. സൂപ്പർ. നല്ലോണം വന്നുള്ളൂ. സൂപ്പർ.
നിങ്ങൾ അഭിപ്രായം പറഞ്ഞില്ല? ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കറി. കറി ടേസ്റ്റ് അങ്ങനെയുണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാണ്ട് അങ്ങോട്ട് പോകണം. നല്ല മട്ടയിൽ ചോറാണ്, മട്ടയിൽ ലേശം വെന്ത് പോയി തോന്നും. കാരണം ഇവർ വെച്ചാണ് ഇവിടെ. നമ്മൾ അവിടുന്ന് കറി മാത്രം കൊണ്ടുവന്നു, നമ്മൾ അരി കൊണ്ടുവന്നു, ചോറ് ഇവർ വെച്ചാൽ. കണ്ടില്ലേ, കൂട്ടുകാരും വന്നിട്ടുണ്ട്. നല്ലൊരു ഭക്ഷണം. നിങ്ങൾ സ്രാവ് കഴിച്ചിട്ടുണ്ടോ? നമ്മളാണ് കറി വെച്ച് കൊണ്ടുവരുന്നത്. അവർക്ക് അറിയില്ല എന്താണെന്നുള്ള സംഭവങ്ങൾ. അതിൽ നല്ലൊരു മീൻ കറി നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാം നല്ല സർവേഷന് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ കൂടെ വന്നിരിക്കുന്ന കൂട്ടുകാരെ ഓർക്കുക കേട്ടോ. കണ്ണടിച്ച് കൈകൂപ്പിയത് എല്ലാവരും. കുറച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളാണ് ആദ്യം തട്ടണ്ട. ഒരു കുറച്ച് പന്ത് കളിച്ചായിരുന്നു. നമ്മുടെ സുഹൃത്ത് ഒരു 2 ബോള് നമുക്ക് സംഭാവന ചെയ്തു. അതുപോലെ തന്നെ ഞാനും ഒരു 2 ബോളും കൂടി വാങ്ങി. കാരണം 4 പന്ത് ബോളോട് കമോൺ. എന്നെ ആർക്കാ വേണ്ട പന്ത് കളിക്കാൻ? അറിയോ? അറിയോ? ചെരുപ്പ് തരാനോ? അതിനെന്താ വാങ്ങിക്കേട്ടാ. അയ്യോ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ദുബായിലുള്ള നമ്മുടെ ഷിബു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോ കണ്ട് സഹായിച്ചാണ്. നമ്മൾ കുറച്ച് ചെരുപ്പ് വാങ്ങിച്ചാണ് പുള്ളി. ചെരുപ്പും ബ്രഷും അപ്പൊ നമുക്ക് ഇവർക്ക് കൊടുക്കാം. പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുള്ളിയുടെ തൊഴില് എല്ലാ കാര്യങ്ങളും വിജയിക്കണം. എന്താ പറയാ, പോണ യാത്രകളെല്ലാം നല്ല സുരക്ഷിതമായി പോയിട്ട് വരാൻ പ്രാർത്ഥിക്കോ? നമുക്ക് ആദ്യം ചെരുപ്പ് കൊടുത്തത്, ചെരുപ്പ് വെച്ച് ആരറിയോ? അല്ല, ആരുമില്ല. നമ്പർ അറിയില്ലല്ലോ. ലേസം മാറി നിൽക്കോ?
അപ്പൊ നമ്മള് ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ നമ്പർ, ഈ പോളികാരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾ നമ്പർ എടുത്തിട്ട് ഇവിടെ വിളിച്ച് ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവർ കാണാൻ വരാൻ താല്പര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോൾ കുറച്ചൊരു അല്പം കൂടുതലുണ്ടാക്കിയാൽ നമുക്ക് ഇവർക്കും കൂടി പങ്കുവെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ എല്ലാവരും, ബൈ. ചോദിച്ചേട്ടൻ ഉറപ്പല്ലേ? ഉറപ്പാണ് എല്ലാവർക്കും പ്രശ്നം. അത് ഇദ്ദേഹത്തിനാണ് പ്രശ്നം വേണ്ടത്. ഇതാ ഇവിടെ ഇങ്ങോട്ട് വരെ പ്രശ്നം തരാം, പ്രശ്നം തരാം. പല്ലേ ഇല്ല പുള്ളിക്ക് പ്രശ്നമുണ്ട്. ഓക്കെ, അയ്യോ കാരണം ചെരുപ്പിട്ടാ ശരി. അപ്പളേ ചോദിച്ചേട്ടാ